നമുക്കൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ റെസിപ്പി കണ്ടാലോ? കുറച്ച് ദിവസം മുന്നേ ഞാനിട്ടൊരു ഷോർട്സിനകത്ത് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെസിപ്പി ഒന്ന് ഇടുമോന്ന് ചോദിച്ചു. ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകുപൊടിയും ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനും അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് വേറൊരു ബൗളിനകത്തോട്ട് നമ്മുടെ ഈ ചിക്കൻ പീസസ് എല്ലാം പറക്കിയിട്ടിട്ട് 2 മുട്ടയും കൂടെ അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, നല്ല തിക്കായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഔട്ടർ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 സ്പൂൺ മൈദ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുമ്പോഴത്തേക്ക് കിടിലൻ ഫ്രൈഡ് ചിക്കൻ റെഡി. സമയമുള്ളപ്പോഴും സമയമില്ലാത്തപ്പോഴും എന്തെങ്കിലുമുള്ള 2 ബേസിസിൽ 2 രീതിയിൽ 2 റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാറ്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഫ്രൈഡ് ചിക്കൻ റെസിപ്പി നമ്പർ 2 ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.